ഹലോ ക്രിക്മേറ്റ്സ്. അപ്പോൾ ക്രിക്മേറ്റിന് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പ്രിൻസ് ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിനെ കുറിച്ചാണ്. ഗുജറാത്ത് ടൈറ്റൻസ് തങ്ങളുടെ ആദ്യ സീസണിൽ തന്നെ കപ്പടിച്ച ടീമാണ്. അന്ന് ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് 2022 ചാമ്പ്യന്മാരാവുന്നത്. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യ ടീമിൽ നിന്ന് മാറി ശുഭ്മാൻ ഗിൽ വരുന്നു. ശുഭ്മാനിൻ്റെ ക്യാപ്റ്റൻസിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രകടനം തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് കാണിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ 2025 പ്ലേ ഓഫിൽ കയറിയ ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. അന്ന് പ്ലേ ഓഫിൽ മുംബൈയോട് തോറ്റാണ് അവർ പുറത്താവുന്നത്. അപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ നിന്നും അധികം വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഈ IPL 19ാം സീസൺ കളിക്കാറുള്ളത്. ഏകദേശം 5 പ്ലേയേഴ്സിനെ തന്നെ റിലീസ് ചെയ്ത് 5 പ്ലേയേഴ്സിനെ തന്നെ വാങ്ങി, അതായത് ഒരു ചെറിയൊരു പൊളിച്ചുപണി അത്രയും മാത്രമേ 2026 ടീമിലേക്കുള്ള ഓപ്ഷനിൽ ഗുജറാത്ത് ടൈറ്റൻസ് നടത്തിയിട്ടുള്ളൂ. അതിൽ റിലീസ് ചെയ്ത പ്ലേയേഴ്സ് നോക്കുക വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടർ കരീം ജനാറ്റിനെ വിട്ടുകളഞ്ഞു. അതുപോലെ മുംബൈയിലൊക്കെ കളിച്ചിരുന്ന കുൽവൻ കെജോറിയനെ വിട്ടുകളഞ്ഞു. പിന്നെ ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ ഗെറാൾഡ് കോട്സിനെ റിലീസ് ചെയ്തു. ദർശൻ ഷണക ശ്രീലങ്കൻ ഓൾറൗണ്ടർ ദർശൻ ഷണക ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ ആയ ദർശൻ ഷണകനെ വിട്ടുകളിയാണ് ഉണ്ടായിരുന്നത്. ദർശൻ ഷണകനെ രാജസ്ഥാൻ റോയൽസ് ഒരു റീപ്ലേസ്മെൻറ്റിൽ സാംഗറിന് പകരം ദർശൻ ഷണകെ രാജസ്ഥാൻ റോയൽസ് അവരുടെ ക്യാമ്പിലെത്തുകയായിരുന്നു. പിന്നെ മഹിബാൽ ലോമറോട് ഓസ്ട്രേലിയയിലൊക്കെ കളിച്ചിരുന്ന മഹിബാൽ ലോമറോഡിനെ വിട്ടുകളയുണ്ടായിരുന്നു. പിന്നെ വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടറായ ഷെറഫൻ റുദർഫോർഡിനെ മുംബൈ ഇന്ത്യൻസിലേക്ക് ട്രേഡ് ചെയ്യുകയും ആണ് ഗുജറാത്തിൻ്റെ റിലീസ്ഡ് പ്ലേയേഴ്സ് നോക്കാൻ വെച്ചാൽ. ഗുജറാത്ത് ടൈറ്റൻസ് തങ്ങളുടെ ക്യാമ്പിലെത്തിച്ച താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാൻ വെച്ചാൽ വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടറായ ജേസൺ ഹോൾഡറിനെ 7 കോടി രൂപയ്ക്കും, പിന്നെ ഇംഗ്ലണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ടോം ബാൻറ്റനെ 2 കോടി രൂപയ്ക്കും, അശോക് ശർമ്മേനെ 90 ലക്ഷത്തിനും, ഇംഗ്ലണ്ട് പേസർ ലൂക്ക് വുഡിന് 75 ലക്ഷം രൂപയ്ക്കും, ആഭ്യന്തര ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് പ്ലെയറായ പൃഥ്വിരാജ് യാദവിനെ ബേസ് പ്രൈസായ 30 ലക്ഷത്തിനാണ് GT അവരുടെ ക്യാമ്പിലെത്തിച്ചത്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഓൾറൗണ്ട് പ്രകടനത്തിനാണ് കുറച്ചുകൂടി അതുപോലെ തന്നെ ഒരു വിക്കറ്റ് കീപ്പറേയും ഇൻക്ലൂഡ് ചെയ്ത് മൊത്തത്തിലൊന്നൊരു ടീം സെറ്റാക്കി. അപ്പോൾ GTയുടെ ഒരു ബാറ്റിംഗ് നില നോക്കുകയെന്ന് വെച്ചാൽ ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും അതുപോലെ തന്നെ സായ് സുദർശനും നൽകുന്നൊരു തുടക്കം ഉണ്ട്. അതുപോലെ തന്നെ മിഡ് ഓർഡറിലെന്ന് വെച്ചാൽ റാഷിദ് ഖാനൊക്കെ ഇപ്പോൾ ജേസൺ ഹോൾഡർ കൂടി ടീമിലേക്ക് വന്നുണ്ട്. അപ്പോൾ ഒരു ഓൾറൗണ്ട് പ്രകടനം തന്നെ നമുക്ക് GTയുടെ ഭാഗത്തുനിന്ന് കാണാം. പിന്നെ പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ്, ഇഷാന്ത് ശർമ്മയൊക്കെ നയിക്കുന്ന പേസ് അറ്റാക്കും കൂടിയാകുമ്പോൾ ടീം മൊത്തത്തിലൊരു ബാലൻസിങ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ളൊരു ടീം തന്നെയുണ്ട് ഗുജറാത്ത് ടൈറ്റൻസ്. അപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഫുൾ സ്ക്വാഡ് നോക്കുകയെന്ന് വെച്ചാൽ ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റനായി വരുന്നത്. പിന്നെ ഷാരുഖ് ഖാനുണ്ട് ബാറ്റ്സ്മാനായിട്ട്, സായ് സുദർശൻ. ഓൾറൗണ്ടേഴ്സായിട്ട് നിഷാന്ത് സിന്ധു, റാഷിദ് ഖാൻ, മനോജ് സുതാർ, രാഹുൽ ത്രിപാഠിയ, വാഷിംഗ്ടൺ സുന്ദർ, അർഷദ് ഖാൻ, രവി ശ്രീനിവാസൻ, സായ് കിഷോർ, ജേസൺ ഹോൾഡർ. പിന്നെ വിക്കറ്റ് കീപ്പേഴ്സായിട്ട് അനുജ് റാവത്ത് ഉണ്ട്, ജോസ് ബട്ട്ലർ, കുമാർ കുശാഗ്ര, ഗ്ലെൻ ഫിലിപ്സ് ഉണ്ട്, ന്യൂസിലാൻഡ് ഓൾറൗണ്ടറായ ഗ്ലെൻ ഫിലിപ്സ്, ടോം ബാൻറ്റൺ. ബൗളേഴ്സായിട്ട് ഗുർനൂർ ബ്രാർ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, കഗിസോ റബാഡ, ജയൻ യാദവ്, ഇഷാന്ത് ശർമ്മ, അശോക് ശർമ്മ, ലുക്ക് വുഡ്, കുൽവന്ത് കെച്ചോറി എന്നിവരാണ് ബൗളേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പക്കാ നല്ല സെറ്റ് ടീം തന്നെയാണ് ഗുജറാത്തിൻ്റെ. അപ്പോൾ അവരുടെ ആദ്യ ഘട്ടത്തിലെ 4 മത്സരങ്ങൾ ആരൊക്കെയായിട്ടാണ് നോക്കാം. പഞ്ചാബ് കിങ്സായിട്ടാണ് ആദ്യത്തെ ഗുജറാത്തിൻ്റെ മത്സരം വരുന്നത്. അത് മാർച്ച് 31-ന്. പിന്നെ രാജസ്ഥാനായിട്ട് ഏപ്രിൽ 4-നും, ഡൽഹി ക്യാപിറ്റൽസായിട്ട് ഏപ്രിൽ 8-നും, ലക്നൗ സൂപ്പർ ജയൻസായിട്ട് ഏപ്രിൽ 12-നാണ് ഗുജറാത്തിൻ്റെ ആദ്യ ഘട്ടത്തിലെ മത്സരങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യ ഘട്ടത്തിലെ 4 മത്സരങ്ങൾ കഴിയുന്നതോടെ നമുക്ക് ഗുജറാത്തിൻ്റെ പെർഫോമൻസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അടുത്തൊരു ടീമിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. അതായിരിക്കും ബൈ.